ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും ഞാൻ തേർഡ് സെമസ്റ്റർ ബോട്ടണി കോറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ്സിലേക്ക്. നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പോർഷൻ ഫഞ്ചയും, ദാറ്റ് ഈസ് മൈക്കോളജിയും പ്ലാന്റ് പാത്തോളജിയുമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കേണ്ട പോർഷൻസ്. അപ്പോൾ ശരിക്കും നമുക്ക് ഫേസ് ടു ഫേസ് ക്ലാസ് ആണെങ്കിൽ ഒരുപാട് ഇവല്യൂഷനും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ക്ലാസ് തുടങ്ങാറ്. പക്ഷേ ഇപ്പോൾ വേറെ വഴിയില്ല, നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് പഠിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. സോ നിങ്ങൾ പ്ലസ് ടു വരെ നിങ്ങൾ കുറേയൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. ഐ തിങ്ക് റൈസോപ്പസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക് വേയിൽ വേണം ഫഞ്ചൈ അല്ലെങ്കിൽ മൈക്കോളജി പഠിച്ചു തുടങ്ങാൻ. സോ സപ്പോസ് നമ്മൾ ഫസ്റ്റ് യു ഷുഡ് തിങ്ക് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ലൈഫ്. ലൈഫ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്, ഇൻ ദ പ്രൈമോഡിയൽ സൂപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആദ്യത്തെ ഓഷനിലെ ലൈഫ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ലൈഫ് ഇൻ ദ സെൻസ് ഫസ്റ്റ് അമിനോ ആസിഡ് മോളിക്യൂൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ഇറ്റ് ജോയിൻ ടുഗദർ ടു ഫോം ദി പ്രോട്ടീൻ മോളിക്യൂൾസ്. ദെൻ ഫ്രം ദാറ്റ് we can see the conservates. Then from conservates it is we can see the formation of first bacteria. So bacterium is the first living thing. ബാക്ടീരിയയ്ക്ക് ഇവല്യൂഷൻ നടന്ന് പ്ലാന്റ്സിൻ്റെ ഇന്ന് കാണുന്ന ആൻജിയോസ്പേം വരെ എത്തി നിൽക്കുകയാണ്. നമുക്കിതെല്ലാം അറിയാം, പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഫ്രം ബാക്ടീരിയ ഒരു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായാലും അറിയാം, സം ഓഫ് ദ ബാക്ടീരിയ regains the capacity to do photosynthesis. So that bacteria turned into blue-green algae or cyanobacteria. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എവല്യൂഷൻ നടന്നിട്ട് ഒറിജിനൽ ആൽഗെ ഉണ്ടാവുന്നു. ആൽഗെ ദെൻ ഇറ്റ് ഇസ് പിന്നെ ബ്രയോഫൈറ്റ്സ്, സ്റ്റെറോഫൈറ്റ്സ്, അങ്ങനെ കരയിലോട്ട് ജീവിതം കയറി വരുന്നു. ദെൻ ദാറ്റ്സ് വൈ ദ ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആസ് പ്ലാന്റ് ആംഫിബിയൻസ്. ദെൻ അതിൽ നിന്ന് ലൈഫ് ശരിക്കും ടെറസ്ട്രിയൽ ലൈഫിലേക്ക് പോകുന്നു, ദാറ്റ് ഇസ് ടെറഡോഫൈറ്റ്സ്. ദെൻ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, അങ്ങനെ പോകുന്നു. ഇതേ സമയത്ത് തന്നെ വി ക്യാൻ സീ ദ ആനിമൽ ലൈൻ, ദാറ്റ് ഈസ് ഫ്രം ബാക്ടീരിയ, ദെൻ സ്പോഞ്ചസ് ഓർ പോറിഫെറ, സിലിൻഡ്രേറ്റ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളർന്ന് കോഡേറ്റ്സായി മാറുന്നു. കോഡേറ്റ്സിൽ നിന്ന് മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വന്നേക്കുന്നു. ദെൻ വേർ വി ക്യാൻ സീ ദ പൊസിഷൻ ഓഫ് ദിസ് ഫഞ്ചൈ. ഇതിലൊന്നും നമ്മൾ ഫഞ്ചൈ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കണ്ടില്ല. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്താണ്? ദേ ആർ ദ എന്താണ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ഓർ ഓട്ടോട്രോഫ്സ്. ആനിമൽസ് എന്ന് പറയുന്നത്, സോ പ്ലാന്റ്സ് ആർ കൺസിഡേർഡ് ആസ് ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആൻഡ് വേറെ എല്ലാ ജീവികളും പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു ആണല്ലോ. അപ്പോൾ അങ്ങനെ ആനിമൽസ് നോക്കുമ്പോൾ ദേ ആർ പെർഫെക്റ്റ്ലി ഹെറ്ററോട്രോഫ്സ്. ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ദെയർ ഓൺ എന്താണ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് ബൈ ത്രൂ ഫോട്ടോസിന്തസിസ് ഓർ കാർബൺ അസിമുലേഷൻ, അങ്ങനെയൊന്നുമില്ല. സോ ദേ വിൽ ഡിപ്പെൻഡ് ഓൺ ദീസ് പ്ലാന്റ്സ് ഓർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ വേറൊരു ഡ്രോബാക്ക് ഉണ്ട്. ബിക്കോസ് ദേ ആർ ആങ്കേർഡ് ഓർഗാനിസംസ്. റൂട്ട് സിസ്റ്റം മണ്ണിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്ന ഓർഗാനിസമാണ് അല്ലേ. പക്ഷേ യുണീക്കായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ദേ ആർ ഏബിൾ ടു കൺവേർട്ട് ദ ലൈറ്റ് എനർജി ഇൻ ടു കെമിക്കൽ എനർജി, ദാറ്റ് ഈസ് ഗ്ലൂക്കോസാക്കി മാറ്റാൻ പറ്റുന്നു. സൺ എനർജിയിൽ നിന്നുള്ള എനർജിയെ കെമിക്കൽ എനർജി. അപ്പോൾ അതൊരു യുണീക്കായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് പ്ലാന്റ്സിനുള്ളത്. പക്ഷേ ആനിമൽസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ they are with the unique capacity, that is locomotion. Of course plants are also showing some sort of locomotion by extending their plant shoot parts, branches, or extending root system for in search of water. അതൊക്കെ ഉണ്ടെങ്കിലും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ആനിമൽസിൻ്റെ പ്രത്യേകത. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫഞ്ചൈയുടെ കാര്യത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫഞ്ചൈയിൽ they are like plants because they are static organisms but with some animal characteristics. That is, even though it is static organisms, they are heterotrophs because there is no chlorophyll in their body, so they are not autotrophs, they are heterotrophs. മനസ്സിലാവുന്നുണ്ടോ? സോ പിന്നെ എന്താണ് മദർ നേച്ചർ എന്നല്ലേ നമ്മൾ പറയുന്നത്. നേച്ചറിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റേഷനാണ് ഫോർമേഷൻ ഓർ ക്രിയേഷൻ ഓഫ് ദിസ് ഫംഗസ്. ബിക്കോസ് from fungus there is no further evolution happened, so it is considered as a blunt
എൻഡ് ഇവല്യൂഷൻ. അടഞ്ഞ വാതിലാണ്. ഫഞ്ചിയിൽ നിന്ന് ഒരിക്കലും ഒരു വലിയ ഫംഗൽ ട്രീയോ അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും മോഡിഫൈഡ് ഫംഗസോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മഷ്റൂംസോ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ള മോർഷല എന്നൊക്കെ പറയുന്ന ചിലതരം ഫംഗസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് എ ഫംഗൽ ഇവല്യൂഷൻ ഇസ് എ ബ്ലണ്ട് എൻഡ് ഇവല്യൂഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ സെമ്മിൽ കൂടുതലും പഠിക്കുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, മറ്റേ എവല്യൂഷണറി ലൈനിൽ നിങ്ങൾ ആൽഗെ പഠിക്കുന്നുണ്ട്, ബ്രയോഫൈറ്റൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിൽ ഈ ബ്ലണ്ട് ആൻഡ് എവല്യൂഷൻ, ദാറ്റ് ഈസ് ഈവൻ ദോ ഇറ്റ് appears as plants, they are static organisms without having the capacity to locomote from one place to other, but they are not with the capacity to do photosynthesis. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ ഈ സെമ്മിൽ പഠിക്കുന്നത്. So first we'll discuss about its definition, that is what is this mycology or fungi. Mycology means it is a branch of biology which deals with the study of fungus. Okay, അപ്പോൾ അതിൽ വളരെ ഇപ്പോൾ ഇതിൽ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ ഇറ്റ്സ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അഗാരിക്കസ് ഓഫ് മഷ്റൂം, ബട്ട് ഇറ്റ് ഈസ് വിത്ത് എ ഫ്ലൂറസെൻറ്റ് കളർ, ദാറ്റ് ഈസ് ഫോസ്ഫറസെൻറ്റ് ഫ്ലൂറസെൻസ് കപ്പാസിറ്റി ഉള്ള ഒരു മഷ്റൂമാണ്. കണ്ടോ, രാത്രിയിൽ ഇങ്ങനെ അത് പ്രകാശം പരത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി നമ്മൾ ശരിക്കും പഠിച്ചു കഴിയാത്ത ഒരുപാട് ഓർഗാനിസം ഉള്ളൊരു ഗ്രൂപ്പാണ് ഫഞ്ചി. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇറ്റ്സ് ജനറൽ ക്യാരക്ടേഴ്സ്. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്തോളണം. ജനറൽ ക്യാരക്ടേഴ്സ് ഒരുവിധം നല്ലതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഓരോരോ ഫംഗസിനെ പറ്റി പഠിക്കുമ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ജനറൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ജനറൽ ക്യാരക്ടർ ഈസ് ദ വെജിറ്റേറ്റീവ് ഫംഗൽ ബോഡി ഈസ് വെരി സിമ്പിൾ താലസ്. വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സിമ്പിൾ താലസ് ആണ് ഫംഗൽ ബോഡി. ദെൻ ഇറ്റ് മേ ബി യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ, മൈസീലിയർ ഓർ നോൺ മൈസീലിയൽ ആൻഡ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു സ്റ്റെംസ്, റൂട്ട്സ് ആൻഡ് ലീവ്സ്. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തതിന് പറയുന്ന വേർഡാണ് താലസ്. ഓക്കെ, തലഫൈറ്റയിൽ വരുന്നതാണ് എന്ത്? ഫംഗസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും ഹിയർ ആൾസോ വി ക്യാൻ സീ ദ ഫംഗൽ ബോഡി, ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു സ്റ്റെം, റൂട്ട് ആൻഡ് ലീവ്സ്. പിന്നെ അതിനെ എന്താ പറയുന്നത്? ഫംഗൽ ബോഡി ഈസ് കോൾഡ് ആസ് മൈസീലിയം. ഓക്കെ, മൈസീലിയം എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫംഗൽ ബോഡി ഈസ് കോൾഡ് ആസ് മൈസീലിയം. ഇത് തന്നെ യൂണിസെല്ലുലാർ ഫംഗസ് ഈസ് ദർ, ബിക്കോസ് ബാക്ടീരിയ എന്ന് ഇതിങ്ങനെ ഡയറക്റ്റ് ഉണ്ടായതേ ഉള്ളൂ. So bacteria is unicellular. So here also we can see some species is unicellular in nature. Some are multicellular, കൂടുതൽ സെൽസ് ഉപയോഗിച്ചുണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് സം ആർ മൈസീലിയൽ. മൈസീലിയൽ മീൻസ് ട്യൂബുലാർ ബോഡി. ട്യൂബ്സ് പോലെ, ഹോസ് പൈപ്പ് പോലെയൊക്കെ തോന്നുന്ന ബോഡിയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, താലസ് ആണ്. സംടൈംസ് ഇറ്റ് ഇസ് യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ ഓർ മൈസീലിയൽ ബോഡി. ദാറ്റ് മീൻസ് ട്യൂബുലാർ ബോഡി. ഈ ഫിഗറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതുണ്ട്, ട്യൂബ് പോലെ ഉള്ളതുണ്ട്. കണ്ടോ, ആ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ അങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ സിമ്പിൾ താലസിൻ്റെ ഡിഫറൻസിയേഷൻ ഇത്രയാണ് നമ്മൾ ഈ ക്യാരക്ടറിൽ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് മൈസീലിയ ആർ ഹോളോകാർപ്പിക് ഓർ യൂകാർപ്പിക്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മൈസീലിയം കാണാം. അതായത് താഴത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂബ് പോലെ കാണുന്നതുണ്ടോ, അതിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. ഈ മൈസീലിയ ആർ ഹോളോകാർപ്പിക് ഓർ യൂകാർപ്പിക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹോളോകാർപ്പിക് ആൻഡ് യൂകാർപ്പിക്? ഹോളോകാർപ്പിക് മീൻസ് the holocarpic fungus in which the entire thallus is differentiated into a reproductive sporangium when mature. അപ്പോൾ ഇതെല്ലാം മുകളിലത്തെ ഏറ്റവും ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, 3 ഫിഗർ കാണിച്ച് 3 സർക്കിൾസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് വൈ ദിസ് പെർട്ടിക്കുലർ ഫംഗസ് ഇസ് ഹോളോകാർപ്പിക്, ഇറ്റ് ഇസ് യൂണിസെല്ലുലാർ. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതെല്ലാം വെൻ ഇറ്റ് ഈസ് ഡൂയിങ് റീപ്രൊഡക്ഷൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്പൊറാഞ്ചിയം. സ്പോർ ബെയറിംഗ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ആ സ്പൊറാഞ്ചിയം അതിൻ്റെ ബോഡി മൊത്തത്തിലാണ് വെൻ ഇറ്റ് ഈസ് മെച്യൂർഡ് ആൻഡ് ഡൂയിങ് റീപ്രൊഡക്ഷൻ ഇറ്റ്സ് ബോഡി ഈസ് കൺവേർട്ട് ടു ദ സെക്ഷുവൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗസിനെ നമ്മൾ എന്ത് പറയും? ഹോളോകാർപ്പിക് ഫംഗസ് ഓർ ദ നേച്ചർ ഈസ് ഹോളോകാർപ്പിക് എന്ന് പറയും.
ദെൻ കുറച്ചുകൂടെ ഡെവലപ്ഡ് ഫഞ്ചയാണ്, അതിന് ഒരുപാട് ട്യൂബ് പോലുള്ള ബോഡി, ദറ്റ് മൈസീലിയം ഇസ് ദെയർ. വെൻ ഇറ്റ് ഈസ് ഡൂയിങ് റീപ്രൊഡക്ഷൻ, സം പാർട്ട് ഓഫ് ഇറ്റ്സ് മൈസീലിയം ടേൺഡ് ഇൻ ടു സ്പൊറാഞ്ചിയം. അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം, യൂക്കാർപ്പിക് ഫംഗസ് ഇൻ വിച്ച് ദ താലസ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് റീജിയൻസ്. അപ്പം ദ പാർട്ട് ഓഫ് ദ മൈസീലിയം വിച്ച് ഇസ് നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ഡൂയിങ് ദിസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓർ anyway reproduction, it is called as vegetative part. And then part which is doing such sporangial constructions or doing this structures, the sexual structures turned into sexual structures, and it is called as eucarpic fungus. അപ്പോൾ according to the nature of this part which is participating in this reproductory structures, formation of reproductory structures, which are called as holocarpic and eucarpic. So it is a main character of fungi. If the whole body is used for doing the reproductive sporangium, formation of reproductive sporangium, then it is called holocarpic fungus. A part is using, then it is called eucarpic fungus. Okay. Then coming to its cell wall type. The fungal cell wall are enclosed by the fungal cells are enclosed by a cell wall formed of fungal cellulose or chitin. That 1 mark ചോദ്യമാണ് കേട്ടോ. That is what is the chemical nature of fungal cell wall? എന്താണ്? ഫംഗൽ സെല്ലുലോസും കൈറ്റിനും കൊണ്ടാണ്. അതിൻ്റെ കെമിക്കൽ ഫോമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് കൈറ്റിനാണ്. then അതിൻ്റെ മുകളിലുള്ളത് ഗ്ലൂക്കൻസ് ആൻഡ് മാനോ പ്രോട്ടീൻസ്. അപ്പോൾ ഗ്ലൂക്കണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ മാത്രം പഠിച്ചു വെക്കുക. ഫംഗൽ സെല്ലുലോസ് ഓർ കൈറ്റിൻ. ഫംഗൽ സെല്ലുലോസ് ആണ് കൈറ്റിൻ, അതിൻ്റെ കൂടെ കുറച്ച് ഗ്ലൂക്കൻസ് ഒക്കെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഫംഗൽ സെൽ വോൾ എന്ന് പറയും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ താലസ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, പിന്നെ അടുത്ത സ്ലൈഡ്സിലുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹൗ ദിസ് മൈസീലിയൽ താലസ് അപ്പിയേഴ്സ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ദ ഹോൾ ടാങ്കിൾഡ് മാസ് ഓഫ് ട്യൂബ്സിന് ജനറലായിട്ട് പറയുന്ന പേരാണ് മൈസീലിയം. ആൻഡ് ഓരോ ട്യൂബിൻ്റെ ആ പാർട്ട്, ട്യൂബുലാർ സ്ട്രക്ചർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൈഫേ. അപ്പോൾ ഈ ഹൈഫേ എന്ന് പറയുന്നത് ഹോസ് പൈപ്പ് പോലെ കിടക്കുന്ന എന്താണ് ടാങ്കിൾഡ് മാസ് ഓഫ് ബ്രാഞ്ച് ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്ത് പറയും? ഹൈഫേ. ആൻഡ് ജനറലി കളക്റ്റീവ്ലി ദ ഹോൾ ഹൈഫേ ഈസ് കോൾഡ് ആസ് മൈസീലിയം. മനസ്സിലായോ? സോ മൈസീലിയൽ താലസ് ഈസ് എ ടാങ്കിൾഡ് മാസ് ഓഫ് ബ്രാഞ്ച്ഡ് ട്യൂബുലാർ ആൻഡ് സെപ്റ്റേറ്റ് ഓർ അസെപ്റ്റേറ്റ് ഫിലമെൻറ്റ്സ് ആൻഡ് ഹൂസ് ബ്രാഞ്ചസ് ആർ കോൾഡ് ഹൈഫേ. അപ്പോൾ ഈ ട്യൂബ്സ് 2 തരത്തിലാണ് ഫംഗസിൽ കാണുന്നത്. സം ഹൈഫേ ഇസ് ഡിവൈഡഡ് ഇൻ ടു കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഇസ് സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റ മീൻസ് ഇൻ്റർസെക്റ്റിംഗ് മെമ്പറൈൻസ്. അപ്പോൾ ഇടയിലുള്ള ആ സെപ്റ്റം ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പാർട്ട് സെല്ലായിട്ടല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കരുത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു കമ്പാർട്ട്മെൻറ്റ്സ്. Okay, then it is called a septate hyphae. If it is not like that, then we can see the tubes. It is completely filled with the cytoplasm, and also we can see multinucleated condition. And multinucleated such hyphae is called as syncytia or cenocytic condition എന്ന് പറയും. മൾട്ടിസെല്ലുലാർ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ജനറലി പറയുന്ന പേരെന്താണ്? സീനോസൈറ്റിക് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ മറ്റേൽ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റം വരുന്നതുകൊണ്ട് സംടൈംസ് ദ സെപ്റ്റ എന്താണ് contains only a single nucleus, sometimes 2 or 3. According to species, we can get that number of nucleus. But in a septate condition, the whole tubular mass hyphae is with like tubes. So we can see the tubes are completely filled with the cytoplasm and with the multinucleated condition, that is cenocytic condition. So here, according to such nature, we can see 2 types of hyphae. What are they? Septate hyphae and non-septate hyphae. Clear? And next character എന്ന് പറയുന്നത് hyphae are of 2 kinds. That is vegetative hyphae and reproductive hyphae. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം according to the function which is doing. If it is doing vegetative functions like that of the absorption
ആൻഡ് എന്താണ് സ്പ്രെഡിങ് മാസ്സായിട്ട് വളരുക. ദീസ് ആർ ഓൾ വെജിറ്റേറ്റീവ് ഫങ്ഷൻസ്. ആൻഡ് സച്ച് ഹൈഫേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെജിറ്റേറ്റീവ് ഹൈഫേ. ബട്ട് അപ്രൈറ്റ് ഹൈഫേ ഈസ് പ്രൊഡ്യൂസിങ് സം കൊനീഡിയോസ്പോസ്, ദാറ്റ് ഈസ് സ്പൊറാഞ്ചിയ ഉണ്ടാക്കി വരുന്നതാണ്. So that hyphae is called a reproductive hyphae. So according to the type of its function, we can classify the hyphae into two. If it is doing vegetative function, the hyphae is called a vegetative hyphae, and doing sexual function, then it is called reproductive hyphae. So it is also an important character of hyphae. Then coming to the cell structure. സെൽ സ്ട്രക്ചർ ഇതിൽ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു യൂണിസെല്ലുലാർ ഫംഗസിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡയഗ്രമാറ്റിക് സ്കെച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈസ്റ്റ്. ഈസ്റ്റ് ഇസ് എ യൂണിസെല്ലുലാർ ഹൈഫേ. അപ്പോൾ അതിൽ സെൽ സ്ട്രക്ചർ ജനറലി പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്ലാസ്റ്റിഡ്സ്, ക്ലോറോഫിൽ ആൻഡ് അതർ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആർ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. ഹെൻസ് ദ ഫഞ്ചൈ ആർ ഹെറ്ററോട്രോഫ്സ്. അപ്പോൾ സെൽ സ്ട്രക്ചർ കൊണ്ടിട്ടാണ് നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. That is, there is no photosynthetic pigments or photosynthetic organs like plastids, so they are not able to do photosynthesis, so they are called as heterotrophs. Clear? Then ഇനി ഈ എന്താണ് സെപ്റ്റേറ്റ് ഹൈഫയുടെ അകത്തൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ്. എങ്കിലും നമുക്ക് ഇങ്ങനെ സെൽ സ്ട്രക്ചറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. ദാറ്റ് ദിസ് ഫംഗൽ സെപ്റ്റയുടെ ക്ലോസ് ഓഫ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എ ഇസ് സിമ്പിൾ പോർ ആൻഡ് ബി ഈസ് ഡോളി പോർ. സോ ദ സെപ്റ്റ കംപ്ലീറ്റഡ് സെപ്റ്റ കൊണ്ട് അടഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്. ദർ വി ക്യാൻ സീ cyclosis is occurring. Cyclosis means streaming movement of cytoplasm is called as cyclosis. അപ്പോൾ ഈ ഹോൾ ഫംഗൽ ബോഡി whether it is septate or aseptate, we can see the cyclosis process. അപ്പോൾ ഈ സെപ്റ്റേറ്റ് ആകുമ്പോൾ സൈറ്റോപ്ലാസം ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊന്നിലേക്ക് എങ്ങനെ പോകും? ബിക്കോസ് ദ സെപ്റ്റം ഈസ് വിത്ത് എ പോ, അതിനകത്തൊരു ദ്വാരം ഉണ്ടായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് സിംപ്ലി എ ഹോൾ, ദെൻ ഇറ്റ് ഈസ് ദറ്റ് സെപ്റ്റം ഈസ് വിത്ത് എ സർക്കുലർ പോ, then it is simple pore. In some cases the pore is not very simple and it is with some specialized structures and some എന്താണ് pore cap or paranthysome ഇങ്ങനെയൊക്കെ പറയുന്ന ചില പ്രൊട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സും കൂടി അതിനകത്ത് കവർ ചെയ്ത് വെച്ചേക്കും. ആക്ച്വലി ഉള്ള പോർ അതിനകത്തുണ്ട്, ബട്ട് ദ പോർ ഏരിയ ഈസ് പ്രൊട്ടക്റ്റഡ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡോളി പോർ. ആ പോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? It is called dolly pore because it is with some specialized protective covering or proteinaceous substances കൊണ്ട് ഇതിനെ കവർ ചെയ്ത് വെച്ചേക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സച്ച് ദാറ്റ് ഈസ് ഇൻ സം ലോവർ ടൈപ്സ് ഓഫ് ഫഞ്ചൈ നമുക്ക് സിമ്പിൾ പോറ് കാണും. ബട്ട് സം advanced fungi we can see some complex pores are there and they are called as dolly pores. എന്തുകൊണ്ടാണ് ഡോളി പോർ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഡോളി പോർ ഹാസ് എ ക്യാപ്പ് ലൈക്ക് ഡബിൾ മെമ്പറൈൻ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സെപ്റ്റം. അപ്പോൾ അതിൽ പരാന്തിസോം എന്ന് ലേബൽ ചെയ്തിരിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് രണ്ട് സൈഡിലുമായിട്ട്, ഡോളി പോറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വി ക്യാൻ സീ പ്രോട്ടോപ്ലാസ്മിക് മെമ്പറൈൻ, ഒരു എന്താണ് ഒരു ക്ലബ് ഷേപ്ഡ് ഒരു ക്യാപ്പ് പോലെ പ്രോട്ടോപ്ലാസ്മിക് മെമ്പറൈൻ വന്ന് തള്ളി നിൽക്കും. ആൻഡ് ഓവർ ദാറ്റ് വി ക്യാൻ സീ സം സ്പെഷ്യലൈസ്ഡ് എന്താണ് ഡബിൾ മെമ്പറൈൻ സെപ്റ്റം പ്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ മുകളിലൂടെ വരും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ സെപ്റ്റം, ഇറ്റ് ഈസ് ലൈക്ക് എ ജെല്ലി ലൈക്ക് സ്ട്രക്ചർ, പ്രൊട്ടീനേഷ്യസ് ഒരു പ്ലഗ് പോലെ ഇരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പോർ ക്യാപ്പ് ആൻഡ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ബൊട്ടാണിക്കലി ഇറ്റ് ഈസ് കോൾഡ് ആസ് പരാന്തിസോം. അപ്പോൾ എന്താണ്? ചുമ്മാ സെപ്റ്റോ അല്ല, ചെറിയ സെപ്റ്റത്തിൻ്റെ ഫിഗർ അതിനകത്തും ഉണ്ട് കണ്ടോ, രണ്ട് സൈഡിലും വന്ന് സെപ്റ്റം തുറന്നു വെക്കുന്നു. ബട്ട് ഹിയർ വി ക്യാൻ സീ ദ സെപ്റ്റൽ പോർ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ പ്രോട്ടോപ്ലാസ്മിക് മെമ്പറൈൻ ആൻഡ് ആൾസോ എ പോർ ക്യാപ്പ് വിച്ച് ഈസ് മെയ്ഡ് വിത്ത് സം പ്രൊട്ടീനേഷ്യസ് സബ്സ്റ്റൻസ്. സച്ച് പോസ്, കോംപ്ലക്സ് പോസ് ആർ കോൾഡ് ഡോളി പോർ. അപ്പോൾ അത് ഒരു സെപ്റ്റൽ പോർ സെൽ സ്ട്രക്ചറുമായിട്ട് ഒരുമിച്ച് എഴുതേണ്ട ഒരു കാര്യമാണ്, സെപ്റ്റൽ പോസ് ഇൻ ഫഞ്ചി. അപ്പോൾ അത് 2 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫിഗർ വരയ്ക്കണം. ഓക്കെ, ദെൻ
So in some cases, plasma membrane will have complex infoldings called lomasomes or plasma lomasomes. അപ്പോൾ ഇതിൽ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ പ്ലാസ്മ മെമ്പറൈൻ്റെ അവിടെ ലേബൽ ചെയ്യുന്ന തൊട്ട് താഴെയായിട്ട് ലോമാസോംസ് എന്ന് പറയുന്നത്. സോ ഇതിന് നിങ്ങൾ ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ മീസോസോംസ് എന്ന് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻഫോൾഡിങ്സ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ സർഫസ് ഏരിയ ഓഫ് ബാക്ടീരിയൽ ഇൻറ്റേർണൽ സർഫസ് എന്ന് പറയുന്ന പോലെ കുറച്ച് ബാക്ടീരിയൽ ക്യാരക്ടേഴ്സ് ബാക്കി കിടക്കുന്നതാണ്. ദാറ്റ് ഈസ് ഹിയർ ആൾസോ വി ക്യാൻ സീ സം കോംപ്ലെക്സ് ഇൻഫോൾഡിങ്സ് വിച്ച് ആർ കോൾഡ് ആസ് ലോമാസോംസ് ഓർ പ്ലാസ്മ ലെമാസോംസ്. ഇതും 1 മാർക്ക് ചോദ്യമാണ്. ലോമസോംസ് അല്ലെങ്കിൽ പ്ലാസ്മ ലെമാസോംസ്. ഓക്കെ, ഇനി ഇതിന്ന് 2 മാർക്സ് ചോദ്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഫംഗൽ ടിഷ്യൂ ജനറലി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് ലോവർ ഫോം എപ്പോഴും യൂണിസെല്ലുലാർ ആയിരിക്കും, അല്ലെങ്കിൽ എസെപ്റ്റേറ്റ് ഹൈഫേ ആയിരിക്കും. അപ്പോൾ ഹയർ ഫഞ്ചി ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഹയർ ഫഞ്ചെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈഫേ മേ ബി ഓർഗനൈസ്ഡ് ടു ഫോം ഹൈലി മോഡിഫൈഡ് കോമ്പാക്ട് ഓർ സംടൈംസ് ലൂസ് ടിഷ്യൂ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മഷ്റൂം എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞ് ഇതിൽ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറാണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് എ സോളിഡ് സ്ട്രക്ചർ അല്ലേ, നമുക്കത് കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അത് മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദർ വി ക്യാൻ സി ദ ഹൈഫേ, ബട്ട് ദ ഹൈഫേ ഇസ് വെരി കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ഇറുക്കിയ ട്യൂബുകൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു ടിഷ്യൂ പോലെ തോന്നത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഹയർ ഫഞ്ചെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. നമുക്ക് ഇതേപോലെ ഹൈഫേ ഉണ്ടെന്ന് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഫംഗൽ ടിഷ്യൂ എന്നൊരു യൂസേജ് പറയുന്നത്. അപ്പോൾ എന്താണ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദിസ് ഫംഗൽ ടിഷ്യൂ വി ക്യാൻ സീ ഇൻ ഹയർ ഫഞ്ചെ. That is sometimes it is compact or loosely tissue like structures. അപ്പോൾ അതിൻ്റെ കുറേ ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിയർ ഇറ്റ് ഈസ് റിട്ടൺ ആസ് പ്രോസൻകൈമ, സ്യൂഡോപാരൻകൈമ, സ്ക്ലീറോഷ്യം, റൈസോമോവ്സ് എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇതിൽ ഒരു ടേമും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈ പ്ലെക്ടൻ കൈമ. പ്ലെക്ടൻ കൈമയുടെ ഒരു പാർട്ടാണ് ശരിക്കും പ്രോസൻ കൈമ. പ്ലെക്ടൻ കൈമ എന്ന് പറയുന്നത് അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പ്ലെക്ടൻ കൈമ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ലൂസ്ലി ഓർ ക്ലോസ്ലി അറേഞ്ച്ഡ് ഹൈഫേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ പ്രോസൻ കൈമയിലൊന്ന് നോക്കിക്കേ, ഇതിലിങ്ങനെ ഹൈഫേ സെപ്റ്റേറ്റ് ഹൈഫേ ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് സംവാട്ട് ലൂസ്ലി അറേഞ്ച്ഡ്. കണ്ടോ, ഈ ലൂസ്ലി അറേഞ്ച്ഡ് ഹൈഫേ ആയ കോമ്പാക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്താണ് ഈ ഒരു ടിഷ്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്ലെക്ടൻ കൈമ എന്ന് പറയുന്നത് ലൂസ്ലിയും അല്ലെങ്കിൽ ടൈറ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ടിഷ്യൂ ലൈക്ക് ഹൈഫേ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെക്ടൻ കൈമ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ സപ്പോസ് ദിസ് പ്ലെക്ടൻ കൈമ ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ലൂസ്ലി അറേഞ്ച്ഡ് ഹൈഫേ, then it is called പ്രോസൻകൈമ. കൺഫ്യൂഷൻ ആവണ്ട. പ്രോസൻകൈമ എന്ന് പറയുന്നത് ഹൈഫേ മാസ് ലൂസായിട്ടോ അതിൽ ടൈറ്റായിട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ജനറൽ ടേമായിട്ട് പറയുന്നതാണ് പ്ലെക്ടൻ കൈമ. ക്ലിയർ? ഈ പ്ലെക്ടൻ കൈമ ഇഫ് ഇറ്റ് ഈസ് ലൂസ്ലി അറേഞ്ച്ഡ് ഹൈഫേ then it is called പ്രോസൻകൈമ. ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരുന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം, പ്രോസൻകൈമ എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, പ്രോസോ പ്ലെക്ടൻ കൈമ എന്ന് പറയും. അപ്പോൾ ലൂസ്ലി അറേഞ്ച്ഡ് ഹൈഫേ ഈസ് കോൾഡ് പ്രോസൻകൈമ ഓർ പ്രോസോ പ്ലെക്ടൻ കൈമ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് വെരി ടൈറ്റ്ലി അറേഞ്ച്ഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്യൂഡോപാരൻകൈമ. അപ്പോൾ ഇത് വരച്ചേക്കുന്നുണ്ട് ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹൈഫയെ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഹൈഫയും ഞെരുങ്ങി അതൊരു പാരൻകൈമ പോലെയല്ലേ നമുക്ക് സെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ സ്യൂഡോ പാരൻകൈമയിൽ കാണിച്ചിരിക്കുന്നത് TS ആണ്, ട്രാൻസ്ഫർ സെക്ഷനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്ലെക്ടൻ കൈമ മീൻസ് ദ ഹൈഫേ ഈസ് അറേഞ്ച്ഡ് ലൂസ്ലി ഓർ കോമ്പാക്ട്ലി. 2 കേസിലും നമുക്കതിനെ എന്ത് പറയാം, ഇറ്റ് ഇസ് കോൾഡ് ആസ് പ്ലെക്ടൻ കൈമ. ഇഫ് ദ ഹൈഫേ ആർ ലൂസ്ലി അറേഞ്ച്ഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോസൻകൈമ. ഇഫ് ഇറ്റ് ഒരു പേരും കൂടെ ഉണ്ട്, ദറ്റ് ഈസ് പ്രോസോ പ്ലെക്ടൻ കൈമ എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് വെരി ടൈറ്റ്ലി അറേഞ്ച്ഡ്
ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്യൂഡോ പാരൻകൈമ എന്ന് വെച്ചാൽ പാരൻകൈമ പോലെ തോന്നും. ശരിക്കും പാരൻകൈമയാണോ? അല്ല. ബിക്കോസ് ഇറ്റ് ഇസ് ക്രോസ് സെക്ഷൻ ഇറ്റ് അപ്പിയേഴ്സ് ആസ് പാരൻകൈമ. സോ രണ്ടാമത്തെ കാറ്റഗറി സ്യൂഡോ പാരൻകൈമ. Then it is sclerotia. Sclerotia pluralum, sclerosium singularum. So sclerotia are the compact mass of fungal hyphae which serve as organs of protection and also gives rise to fruiting bodies. അതായത് എൻ്റെ സെക്ഷുവൽ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് ആർ മൈക്രോബയോളജിക്കലി ഇറ്റ് ഇസ് കോൾഡ് സ്ക്ലീറോഷിയം. ആ ഫ്രൂട്ടിംഗ് ബോഡി എന്താണെന്നൊക്കെ നമ്മൾ ടൈപ്പ് സ്റ്റഡി നടത്തുമ്പോൾ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ സ്ക്ലീറോഷിയം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്യൂഡോ പാരൻകൈമയാണ് അല്ലേ? കണ്ടില്ലേ? പാരൻകൈമ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ലൈക്ക് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോർ ദ ഡെവലപ്പിംഗ് സ്പൊറാഞ്ചിയം ഓർ സെക്ഷുവൽ സ്ട്രക്ചേഴ്സ്. അതിനെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ടിംഗ് ബോഡിയായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്ക്ലീറോഷിയം എന്ന് പറയുന്നത്. അതിന് അടുത്തത് പറഞ്ഞിരിക്കുന്നത് റൈസോമോസ്. കണ്ടോ? റൈസോമോസ്. ആൻഡ് ദീസ് ആർ റോപ്പ് ലൈക്ക് ടഫ് ആൻഡ് കോമ്പാക്ട് കോട്ട്സ് ഓഫ് ഫംഗൽ ഹൈഫേ. ഒരു റൂട്ട് പോലെയാണ്. കണ്ടോ? റൈസോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു റൂട്ട് എന്ന് മനസ്സിലാക്കുക. റൈസോയിഡ്സ് റൂട്ട് പോലെയുള്ളതിനെല്ലാം അങ്ങനെ പറയും. അപ്പം റൂട്ടിൻ്റെ ഫങ്ഷൻ നടത്തുന്നത് ദാറ്റ് ഈസ് അബ്സോർഷനൊക്കെ നടത്തുന്ന ഹൈഫയാണ് എന്തോ നമ്മൾ പറയുന്നത് റൈസോമോസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ചേർത്ത് അങ്ങ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കമ്മിങ് ടു ന്യൂട്രീഷൻ. ആദ്യമേ പറഞ്ഞു ദീസ് ആർ എന്താണ് ഹെറ്ററോട്രോഫ്സ്. സോ ദർ മസ്റ്റ് ബി എ അബ്സോർട്ടീവ് മെക്കാനിസം അതിനുണ്ടായിരിക്കണം അല്ലേ? അപ്പം ന്യൂട്രീഷൻ ഈസ് ഹെറ്ററോട്രോഫിക് ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സം അതർ എക്സ്റ്റേണൽ ഹോസ്റ്റ്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? ഹെറ്ററോട്രോഫിക് എന്ന് പറയും. ദെൻ ഹെറ്ററോട്രോഫിക് അബ്സോർഷനും ഉണ്ട്, ദെൻ സിമ്പിൾ അബ്സോർഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അതൊരു സാപ്രോഫൈറ്റിക് ഒരു വുഡോ അല്ലെങ്കിൽ എന്തോ എന്താണ് ഡെഡ് ഓർഗാനിസത്തിനകത്തേക്ക് ആ വെള്ള നിറത്തിലുള്ള ഹൈഫേ കയറി പോകുന്നുണ്ടോ? ജസ്റ്റ് ഇറ്റ് വിൽ അബ്സോർബ്. ഡെഡായിട്ടുള്ള ഓർഗാനിസത്തിനെ നിന്നും എന്ത് അബ്സോർബ് ചെയ്തെടുക്കും? അതിൻ്റെ ന്യൂട്രീഷൻ എടുത്തോളും. ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിനകത്തോട്ടൊക്കെ ചില ഹുക്ക് പോലുള്ള സ്ട്രക്ചേഴ്സൊക്കെ പോകുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹാസ്റ്റോറിയം. അപ്പോൾ ഹോസ്റ്റിനകത്തേക്ക് കയറി പാരസൈറ്റ് ആയിരിക്കാം ചിലപ്പോൾ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അത് ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സം സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യും. ഹൈഫേ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് വൺ എൻഡ് ഇസ് ബൾബസ് ആൻഡ് ഫോം അബ്സോർട്ടീവ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിനെ നമ്മൾ പറയും ഹാസ്റ്റോറിയം. അപ്പോൾ ദിസ് ന്യൂട്രീഷൻ ഈസ് ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർട്ടീവ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് മെജോറിറ്റി ഓഫ് ഫഞ്ചൈ ആർ സാപ്രോട്രോഫ്സ്. ടൈപ്സ് ഓഫ് ഓർഗാനിസം ആണ് നമ്മൾ പറയുന്നത്. മെജോറിറ്റി ഓഫ് ഫഞ്ചൈ ആർ സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്നും പറയാം. സാപ്രോട്രോഫ്സ് ആൻഡ് പാരസൈറ്റ്സ്, സം ആർ സിംബയോൺസ് ആൻഡ് അതേഴ്സ് ആർ പ്രിഡേറ്റേഴ്സ്. കേട്ടോ? അങ്ങനെയുള്ള രീതിയിലെല്ലാം ഫംഗസ് ഉണ്ടായിരിക്കും. എല്ലാം ഹെറ്ററോട്രോഫ്സ് ആണ്. അതിൽ തന്നെ എന്തെല്ലാം ടൈപ്പിൽ ജീവിക്കുന്നു? സാപ്രോട്രോഫ്സ് ആയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. ദെൻ ഇറ്റ് ഈസ് സാപ്രോട്രോഫ്. ദെൻ പാരസൈറ്റ് നമുക്ക് മീനിങ് അറിയാം. സിംബയോട്ടിക് അസോസിയേഷൻ, മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ട് അത് ജീവിക്കും. പിന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ട് ജീവിക്കുന്നത്, ഇരപിടിയന്മാരായിട്ട് ജീവിക്കുന്നുണ്ട് ഫംഗസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദാറ്റ് ഈസ് ഹിയർ ദ കോപ്രോഫില്ലസ് ഫഞ്ചയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് സാപ്രോട്രോഫിൽ തന്നെയുള്ള സ്പെഷ്യൽ കാറ്റഗറിയാണത്. ദാറ്റ് ഈസ് ഡങ് ലവിങ് ഫഞ്ചൈ. ഇതിൻ്റെ ഒരു ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോപ്രോഫില്ലസ് ഫഞ്ചൈ 1 മാർക്ക് ചോദ്യമാണ്. ദാറ്റ് മീൻസ് ഡങ് ലവിങ് ഫഞ്ചൈ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാപ്രോഫൈറ്റിക് ഫഞ്ചൈ ദാറ്റ് ഗ്രോ ഓൺ ആനിമൽ ഡങ്. എക്സാമ്പിൾ പെസൈസ. നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളതാണ് പെസൈസ. കേട്ടോ? അപ്പോൾ ഇതിൽ കപ്പ് പോലിരിക്കുന്ന ഫംഗസ് കണ്ടോ? അത് ഒരു ചാണകത്തിലാണ് വളർന്നു നിൽക്കുന്നത്. കണ്ടില്ലേ? സച്ച് ഫംഗസ് ഈസ് കോൾഡ് കോപ്രോഫില്ലസ് ഫംഗസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാപ്രോട്രോഫ് എന്ന് വെച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിയർ സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്ന 2 ഫംഗസിനെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് താഴത്തെ ഫിഗർ നല്ല ഫെമിലിയർ ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്കൻ.
മുകളിലത്തെ കാണിച്ചിരിക്കുന്നത് മൈക്കോറൈസേ. അതും 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. മൈക്കോറൈസേ മീൻസ് ഇറ്റ്സ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ദാറ്റ് ഫോം ബിറ്റ്വീൻ ഫഞ്ചൈ ആൻഡ് പ്ലാന്റ്സ്. ആൻജിയോസ്പേമിക് പ്ലാന്റ്സിലും ഫഞ്ചയിലുമായിട്ട് വരുന്ന മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻ നമ്മൾ എന്ത് പറയും? മൈക്കോറൈസേ എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ദിസ്? The fungi colonize the root system of a host plant, providing increased water and nutrient absorption capabilities, while the plant provides the fungus with the carbohydrates formed from photosynthesis. കണ്ടോ, ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മഴത്തുള്ളി പോലെ പറ്റിയിരിക്കുന്നുണ്ടോ റൂട്ടിൻ്റെ മുകളിൽ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എക്ടോമൈക്കോറൈസേ എന്ന് വെച്ചാൽ റൂട്ടിൻ്റെ പുറമേ കാണുന്നത്. ഇതേമാതിരി റൂട്ടിൻ്റെ അകത്തേക്കും മൈക്കോറൈസൽ അസോസിയേഷൻസ് വരും. ദെൻ ഇറ്റ് ഈസ് കോൾഡ് എൻഡോമൈക്കോറൈസേ. അപ്പോൾ ഫഞ്ചൈ വിച്ച് ഈസ് ലിവിങ് ആസ് symbionts or taking part in association with other plants. So symbiotic association. രണ്ടാമത്തെ ലൈക്കനാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് സിംബയോസിസ് ഇൻവോൾവിങ് ഫഞ്ചൈ ആൻഡ് യൂണിസെല്ലുലർ ആൽഗെ. രണ്ടും കൂടെ ചേർന്നിട്ട് മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ട് ജീവിക്കും. അതിനെ നമ്മൾ ലൈക്കൻസ് എന്ന് പറയും. അപ്പോൾ മൈക്കോറൈസേ എന്താണെന്ന് പഠിച്ചു, ലൈക്കൻസ്. ഇതെല്ലാം ഒരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് പർട്ടിക്കുലർ തിങ് ദാറ്റ് ഈസ് എന്താണ് കോഡിസെപ്സ് എന്ന് പറഞ്ഞ ഫംഗസിനെ പറ്റിയാണ് ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ഇൻസെക്റ്റ് ഒരു ഇൻഫ്ലോറസെറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ചത്തിരിക്കുന്നുണ്ടോ, അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഫംഗസ് വളർന്നു നിൽക്കുന്നത് കണ്ടോ. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിഡേറ്റർ ഫഞ്ചൈ, കോഡിസെപ്സ്. സോ ഇറ്റ് ഇസ് എ ജീനസ് ഓഫ് പാരസൈറ്റിക് ഫഞ്ചൈ ദാറ്റ് ഇൻഫെക്ട്സ് ഇൻസെക്ട്. ഇറ്റ് ഇൻവോൾവ്സ് it invades their brain. അതിൻ്റെ ബ്രെയിനിൻ്റെ അകത്തേക്ക് കയറും ആൻഡ് കോസസ് ദം ടു ഗോ മാഡ്. ഒരു വട്ട് പിടിപ്പിക്കും. ദെൻ ദ ഫംഗസ് ടേക്സ് ഓവർ ദർ ബോഡി ആൻഡ് ആഫ്റ്റർ ദ ഇൻസെക്ട് ഡൈസ് ദ ഫംഗസ് സ്പ്രൗട്ട്സ് ഫ്രം ആൻഡ് ഫോം ന്യൂ ഹൈഫേ. എന്തൊരു ക്രൂരമായിട്ടുള്ള ഫംഗസ് ആണല്ലേ. അപ്പോൾ അത് ഇതെന്താണ് പ്രിഡേറ്റർ ഫഞ്ചൈയാണ്, കോഡിസെപ്സ്. ഓക്കെ. ദെൻ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതൊരു ബയോ കൺട്രോൾ ഏജൻ്റ് ആയിട്ടുള്ള ഫംഗസാണ്. ദാറ്റ് ഈസ് നിമറ്റോഡ് ട്രാപ്പിംഗ് ഫഞ്ചൈ. ഇതും നമുക്ക് എന്ത് പറയാം, ഒരു പ്രിഡേറ്റർ ഫഞ്ചൈ എന്ന് പറയാം, ഓർ നിമറ്റോഫാഗസ് ഫഞ്ചൈ. അപ്പം നിമറ്റോഡിനെ കണ്ടോ പൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടോ. ദാറ്റ് ഈസ് ഇറ്റ് ഫോം സം റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് ട്രാപ്സ് നിമറ്റോഡ്സ്. ലൈവായിട്ടുള്ള നിമറ്റോഡ്സിനെയാണ്. മൈക്രോസ്കോപ്പിക് ഫോട്ടോയാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്ത് നിമറ്റോഡിനെ. അപ്പോൾ നിമറ്റോഡ് പോപ്പുലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഫംഗസ് ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വെർട്ടിസിലിയം സ്പീഷീസാണിത്, വെർട്ടിസിലിയം ക്ലാമിഡോസ്പോറിയം കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രിഡേറ്റർ ഫഞ്ചൈയാണ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്യാരക്ടർ, ദാറ്റ് ഈസ് അബൌട്ട് ദ റീപ്രൊഡക്ഷൻ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ ഇൻ ഫഞ്ചൈ? That is, fungi generally speaking, it can reproduce by means of vegetative, asexual or sexual methods. But here in this figure, it explains how the vegetative reproduction occurs in fungi. That is, first figure, ഇപ്പോഴത്തെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ആ സെപ്റ്റേറ്റ് ഹൈഫേ ഒടിഞ്ഞൊടിഞ്ഞു പോയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ത്രൂ ഫ്രാഗ്മെൻറ്റേഷൻ. ദാറ്റ് ഈസ് ആക്സിഡൻ്റൽ ബ്രേക്കേജ് ഓഫ് ഹൈഫേ. അല്ലെങ്കിൽ സംടൈംസ് ഡെത്ത് ആൻഡ് ഡീക്കേ വന്നിട്ട് ഈ ഹൈഫേ ചെറിയ ചെറിയ ബിറ്റുകളായിട്ട് മുറിഞ്ഞു പോവും. Then it is called as fragmentation. Then fission. Fission എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് ഈച്ച് ഫംഗൽ സെൽ ഡൂയിങ് സിമ്പിൾ എമൈറ്റോസിസ് എന്ന് വെച്ചാൽ 2 സെല്ലായിട്ട് അങ്ങ് മാറും, ബാക്ടീരിയൽ ഫിഷൻ പോലെ. സോ ഹിയർ ആൾസോ വി ക്യാൻ സീ സം ഓഫ് ദ ബാക്ടീരിയൽ റിപ്രൊഡക്ടറി ക്യാരക്ടേഴ്സ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ഫഞ്ചൈ. ഫിഷൻ. ദെൻ ബഡ്ഡിങ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ പഠിക്കുന്നതാണ്. ബഡ്ഡിങ് ഇസ് എ റിപ്രൊഡക്റ്റീവ് മെക്കാനിസം യൂസിങ് ഇൻ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മദർ സെല്ലിൻ്റെ അടുത്ത് ബോഡിയിൽ നിന്ന് വി ക്യാൻ സീ ദ സ്പ്രൗട്ട് ലൈക്ക് പ്രൊട്യൂബറൻസസ് ആർ ഒക്കറിങ് ഓർ ബഡ്സ് ആർ ഫോമിങ്. ഈ ബഡ്സ് പിന്നീട് വളർന്ന് ഇപ്പോൾ ഇതിൽ നോക്കിയേ, മദർ സെല്ലിൻ്റെ അകത്തുനിന്ന് ഒരു ബഡ് വന്നിട്ട് അത് പൊഴിഞ്ഞു പോകാത്തത് കൊണ്ടാണ് വലിയൊരു ബഡായി. ആ ബഡിൽ നിന്ന് അടുത്ത ബഡ് വന്നു അല്ലേ. അപ്പോൾ ഒരു ഈവൻ ദോ ഇറ്റ് ഈസ് യൂണിസെല്ലുലർ ഓർഗാനിസം, ഈസ്റ്റ് ഈസ് യൂണിസെല്ലുലാർ, ബട്ട് അറ്റ് ദ ടൈം ഓഫ് ദിസ് ബഡിങ് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ചെയിൻസ്.
അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ അതിനെയാണ് നോർമലി സ്പീക്കിംഗ് വി ക്യാൻ സീ 3 types of vegetative reproduction. What are they? Fragmentation, budding and fission. Okay. Then asexual reproduction അകത്ത് തന്നെ we can see there are different kinds of spore formation കാണാറുണ്ട് asexual reproduction കേട്ടോ. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് എപ്ലാനോസ്പോസ്. എപ്ലാനോസ്പോർ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ആദ്യം മനസ്സിലാക്കുക. നോൺ മോട്ടൈൽ സ്പോർസ് ആർ കോൾഡ് ആസ് എപ്ലാനോസ്പോസ്. ഇതൊക്കെ നമ്മൾ ടൈപ്പ് സ്റ്റഡികൾ വരണ്ടു പോകുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം കേട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് ടൈപ്പ് സ്റ്റഡിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. സോ എപ്ലാനോസ്പോസ് ആർ നോർമൽ സ്പോസ്. ദർ ഇസ് നോ ഫ്ലജെല്ലാം, അങ്ങനെ ഒന്നും കാണത്തില്ല. സോ ഇറ്റ് ഇസ് നോൺ മോട്ടൈലാണ്. ബട്ട് ഇറ്റ് ക്യാൻ മൂവ് അലോങ് വിത്ത് വാട്ടർ കറൻറ്റ്സ് അല്ലെങ്കിൽ എയർ, അതുവഴി ഇങ്ങനെ നോർമലി പോകുന്നല്ലാതെ അതിന് ലോക്കോമോട്ടറി കപ്പാസിറ്റി ഇല്ല. ദെൻ ക്ലമൈഡോസ്പോസ്. ക്ലമൈഡോസ്പോസ് ആർ ആൾസോ എപ്ലാനോസ്പോസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ഡാർക്ക് കളേർഡ്, ടഫായിരിക്കും. ഡോർമൻസി വളരെ കൂടുതലായിരിക്കും. വർഷങ്ങളത് മുളയ്ക്കാതെ കിടന്നിട്ട് വെൻ ഫേവറബിൾ കണ്ടീഷൻ ഒക്കേഴ്സ് ഇറ്റ് ജെർമിനേറ്റ്സ്. അങ്ങനെയുള്ള സ്പോസിനെ നമ്മൾ പറയും ക്ലമൈഡോസ്പോസ്. താഴത്തെ ഫിഗറിൽ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കൊനീഡിയ ഫോർമേഷൻ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രാഞ്ചസ് അല്ല, കുഞ്ഞു 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 സ്പോറുകൾ അഗ്രിഗേറ്റ് ചെയ്ത് വന്ന്, അത് നമ്മൾ ടൈപ്പ് സ്റ്റഡിയിൽ പഠിക്കും. ചെറിയ 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 എന്താണ് സ്പോർസ് ഇങ്ങനെ അടുങ്ങി 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 ഇരുന്നിട്ടാണ് അത് ബ്രാഞ്ച് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഈച്ച് സ്പോർ ഈസ് കോൾഡ് ആസ് കൊനീഡിയ. ദെൻ അടുത്ത് കാണിച്ചിരിക്കുന്നത് ഒയീഡിയ. ഒയീഡിയ എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഫോട്ടോയാണത്. Oedia is otherwise called as arthrospores. So these are the spore-like structures formed by the organized fragmentation of hyphae. ആ ഹൈഫെ മുറിഞ്ഞു പോകുമ്പോൾ മാത്രം വരുന്ന സ്മോൾ ബിറ്റ്സ് സംടൈംസ് ടേൺഡ് ഇൻ ടു ഒയീഡിയ. അപ്പോൾ അങ്ങനെയും എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കാം. ദാറ്റ് ഇസ് നോൺ മോട്ടൈൽ സ്പോസായ പ്ലാനോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. സംടൈംസ് ക്ലാമൈഡോസ്പോസ്, സംടൈംസ് കൊനീഡിയ ഓർ സംടൈംസ് ഒയീഡിയ ഫോർമേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ ടൈപ്പ് സ്റ്റഡിയിൽ അതിൻ്റെ ഫോർമേഷൻ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹൗ ദ ഫഞ്ചൈ ഈസ് ഡൂയിങ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലൈക്ക് ദാറ്റ് ഓഫ് ദ നോർമൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സ്പോറോജെനിസിസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഗ്യാമറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവണം, അതുകൊണ്ട് സ്പോറോജെനിസിസ് ഉണ്ടാവും. ദെൻ പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് നോർമൽ മിയോസിസ്. Formation of reproductive spores. The process involves sporogenous cells. നോർമൽ സ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സാണത്. ദെൻ പ്ലാസ്മോഗമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എന്താണ് പാർട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫഞ്ചൈ ഇൻ വിച്ച് ദ പ്രോട്ടോപ്ലാസം ഓഫ് 2 parent cells യൂഷ്വലി ഫ്രം ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് എന്ന് പറയാം. അത് ഫ്യൂസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്യാതിരിക്കുകയും only we can see the fusion of സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുകയും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ ഇരിക്കുന്ന കണ്ടീഷൻസ് ഇതിൻ്റെ ലൈഫിൽ വരുന്നുണ്ട്. സോ ദ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ സൈറ്റോപ്ലാസം ഓഫ് ഡിഫറെൻറ്റ് ഗ്യാമറ്റിക് സെൽസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്മോഗമി ആൾവേസ് ഫോളോഡ് ബൈ കാരിയോഗമി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം വി ക്യാൻ സീ ദ ന്യൂക്ലിയ ഗെറ്റ് ഫ്യൂസ്ഡ് ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് കോൾഡ് ആസ് കാരിയോഗമി. ഇതാണ് ടൈപ്പ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ. ദെൻ ടൈപ്പ് ഓഫ് ഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫ്യൂഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിന് പറയുകയാണെങ്കിൽ വി ക്യാൻ ക്ലാസിഫൈ ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റിൻ്റെ ഫ്യൂഷൻ വെച്ചിട്ടാണ് ഈ ഫിഗർ ഇട്ടിരിക്കുന്നത്. ഗ്യാമറ്റിക് ഫ്യൂഷൻ വി ക്യാൻ സീ 2 kinds ഓഫ് ഗ്യാമറ്റിക് ഫ്യൂഷൻ. ഓക്കെ, അപ്പം അത് നിങ്ങൾ എഴുതിയെടുത്തോണേ, ഇതിലുള്ളതല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇത് വരുന്നത്. ദാറ്റ് ഈസ് ദ ഗ്യാമറ്റിക് ഫ്യൂഷൻ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻറ്റു 2 types. Isogamy and heterogamy. What are they? Isogamy and heterogamy. Heterogamy is again divided into anisogamy and oogamy. Okay, that is isogamy means they are both gametes from plus and minus, 2 strains of fungi, both are looking alike.
then it is called isogamy. Heterogamy means we can see variation in female and male gametes. അപ്പോൾ അതിനെ ജനറലി നമ്മൾ ഹെറ്ററോഗമി എന്ന് പറയും. ഹെറ്ററോഗമി again we can classify into two, anisogamy and oogamy. In anisogamy, structurally both female and male gamete are similar, but its appearance or size wise we can see the variation. That is, male will be always small gamete and female is large, but both are similar structures. Okay, only we can see the variation in its size. But oogamy, we can see both gametes, that is female and male gametes are entirely different in structure wise and about its size. So it is oogamy. Okay, again ഒന്നുകൂടെ പറയാം. That is, the gamete wise we can see two kinds of sexual reproduction, that is isogamy and heterogamy. Heterogamy is again divided into two, that is anisogamy and oogamy. അനൈസോഗമി എന്ന് പറയുമ്പം നമുക്ക് സ്ട്രക്ചർ രണ്ട് സിമിലർ ആണ്, സൈസിൽ മാത്രമേ വേരിയേഷൻ വരും. ഊഗാമിയിൽ സ്ട്രക്ചറിലും സൈസിലും വേരിയേഷൻ വരുന്നു. ക്ലിയർ? അപ്പോൾ ഇത്രയും ജനറൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ ശരിക്കും ഫംഗസിൽ നമ്മൾ നോക്കി വയ്ക്കേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഫ്രൂട്ടിംഗ് ബോഡീസൊക്കെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ടൈപ്പ് സ്റ്റഡിയിൽ നമ്മൾ നേരെ അത് നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, സ്റ്റഡി വെൽ.